വെൽക്കം ബാക്ക് ടു സൈലോ ലേണിംഗ്. നമ്മൾ NMMSനെ വളരെ ഇമ്പോർട്ടന്റ് ആയിട്ട് സാറ്റ് എക്സാമിന് വന്ന പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് നമുക്ക് നോക്കിയാലോ. നിങ്ങൾ 7ാം ക്ലാസ്സിലും 8ാം ക്ലാസ്സിലും ഒക്കെ പഠിച്ച ഭാഗത്ത് നിന്നുള്ള ചോദ്യങ്ങളാണ്. സോ വേഗം തന്നെ വീഡിയോ കംപ്ലീറ്റ് ആയിട്ട് കാണാം. മാക്സിമം നിങ്ങളെ ഫ്രണ്ട്സിന് ഷെയർ ചെയ്ത് കൊടുക്കാൻ മറക്കരുത്. ബ്രഹ്മൂസ് ബാച്ച് ഫ്രീ ആയിട്ട് നമ്മൾ പഠിക്കുന്നുണ്ട് എല്ലാ ടോപ്പിക്സും. സോ ജോയിൻ ചെയ്യാത്തവർ വേഗം ജോയിൻ ചെയ്യാം. ആൻഡ് നമ്മൾ ഫസ്റ്റ് ക്വസ്റ്റ്യനിലേക്ക് പോവുകയാണ്. ഒന്നാമത്തെ ക്വസ്റ്റ്യൻ ഇവിടെ പറയുന്നത് പാർട്ട് ഓഫ് ഹ്യൂമൻ ഡൈജസ്റ്റീവ് സിസ്റ്റം വർ അബ്സോർപ്ഷൻ ഓഫ് വാട്ടർ കണ്ടെയ്നിങ് മിനറൽസ് ടേക്സ് പ്ലേസ് ആണ്. നമ്മൾ ഭക്ഷണം ദഹനം നടക്കുന്നുണ്ട്. അപ്പൊ ലവണം അടങ്ങിയിട്ടുള്ള ജലം ആഗിരണം ചെയ്യുന്നത് മനുഷ്യ ദഹനേന്ദ്രിയ വ്യവസ്ഥയുടെ ഏത് ഭാഗമാണ് എന്നാണ്. നമ്മുടെ വൻകുടലാണ് കേട്ടോ. ലാർജ് ഇൻഡസ്റ്റൈനിൽ വെച്ചിട്ടാണ് വാട്ടർ അബ്സോർപ്ഷനും കാര്യങ്ങളും നടക്കുന്നത്. Second question, identify the pigment that give yellow color and the red color to the flowers. പൂക്കൾക്ക് മഞ്ഞ കളറും അതുപോലെ തന്നെ ചുവന്ന കളറും കൊടുക്കുന്നത് ഏത് പിഗ്മെന്റ് ആണെന്നാണ്. നമ്മൾ ക്രോമോപ്ലാസ്റ്റിഡ് പഠിക്കുന്നുണ്ട്. ആ ക്രോമോപ്ലാസ്റ്റിഡിലെ വർണ്ണഗണത്തിൽ ഏത് പിഗ്മെന്റ് ആണ് എന്നാണ്. മഞ്ഞ കളർ കൊടുക്കുന്നത് ആരാണ്? നമ്മുടെ സാന്തോഫില്ലാണ്. ചുവന്ന കളർ കൊടുക്കുന്നതോ ആന്തോസയാനിനുമാണ്. സോ ഇതിൽ ഏതോ ഓപ്ഷൻ 1 ആണ് വരുന്നത്. സെലക്ട് സയന്റിഫിക് നെയിം ഓഫ് കണിക്കൊന്ന ഗോൾഡൻ ഷവർ. കണിക്കൊന്നയുടെ ശാസ്ത്രീയ നാമം ഓൾറെഡി നമ്മൾ കഴിഞ്ഞ ദിവസം ലൈവിൽ ഡിസ്കസ് ചെയ്തതാണ്. കാസിയ ഫിസ്റ്റുലയാണ് അല്ലെ. കാസിയ ഫിസ്റ്റുലയാണ് കണിക്കൊന്നയുടെ ശാസ്ത്രീയ നാമം. വിച്ച് ഓഫ് ദ ഫോളോയിങ് പെയർ ഓഫ് ഓർഗാനിസം ക്യാൻ റെസ്പയർ ത്രൂ സ്കിൻ. താഴെ കൊടുത്തിട്ടുള്ള ജീവികളിൽ ത്വക്കിലൂടെ ശ്വസിക്കാൻ കഴിയുന്നത് ഏത് ജീവികളുടെ ജോഡിയാണെന്നാണ്. എർത്ത് വർം, ഇൻസെക്ട്, ഫിഷ് ആൻഡ് ഇൻസെക്ട്, ഫ്രോഗ് ആൻഡ് എർത്ത് വർം, ബേർഡ് ആൻഡ് ഫ്രോഗ്. നമുക്കറിയാം തവളയ്ക്ക് ശ്വസിക്കാൻ എന്തുണ്ട്? ലങ്സും ഉണ്ട്, സ്കിന്നും ഉണ്ട് അല്ലെ. സോ ഫ്രോഗ് ആൻഡ് എർത്ത് വർം, തവളയും മണ്ണിരയുമാണ്. മണ്ണിരയ്ക്ക് ഓൾറെഡി സ്കിന്നാണെന്ന് നമ്മൾ പഠിച്ചിട്ടുണ്ട്. ഇനി എക്സ്പാൻഷൻ ആൻഡ് കൺട്രാക്ഷൻ ഓഫ് ലങ്സ് ഈസ് കൺട്രോൾഡ് ബൈ. ശ്വാസകോശം വികസിക്കുന്നതും പൂർവ്വസ്ഥിതി പ്രാപിക്കുന്നു. അതുവഴിയാണല്ലോ നമുക്ക് ശ്വാസം എടുക്കാൻ പറ്റുന്നത്. അപ്പൊ അതിൽ ഏതാണ് കറക്റ്റ് ഓപ്ഷൻ എന്നാണ്. ഈസോഫാഗസ്, ഡയഫ്രം, ബ്രോങ്കൈ, തൊറാക്സ് ആണ് ചോദിക്കുന്നത്. കറക്റ്റ് ആൻസർ എന്ന് പറയുന്നത് ഏതാണ്? ഇവിടെ വരുന്നത് നമ്മുടെ ഡയഫ്രം ആണ് ഇതിനെ ഹെൽപ്പ് ചെയ്യുന്നത്. സെലക്ട് ദി കറക്റ്റ് സ്റ്റേറ്റ്മെന്റ് ഫ്രം ദ ഫോളോയിങ്. തന്നിരിക്കുന്നവയിൽ നിന്നും ശരിയായ പ്രസ്താവന തിരഞ്ഞെടുക്കാനാണ്. മൈറ്റോകോൺട്രിയ പ്രൊഡ്യൂസ് ഹോർമോൺ അല്ല. ഹോർമോൺ ഉണ്ടാക്കുന്നത് മൈറ്റോകോൺട്രിയ അല്ല. ദെൻ ഗോൾഗി കോംപ്ലക്സ് കോൾഡ് പവർ ഹൗസ് ഓഫ് ദ സെൽ അല്ല. റൈബോസോം സിന്തസൈസ് പ്രോട്ടീൻ അല്ലെ. ഇവിടെ കൊടുത്തിട്ടുണ്ട്. റൈബോസോമുകളിൽ മാംസ്യ നിർമ്മാണം നടക്കുന്നു. എൻഡോപ്ലാസ്മി റെട്ടിക്കുലം സ്റ്റോർ വാട്ടർ മിനറൽ ചെയ്യുന്നുണ്ടോ? ഇല്ല. എൻഡോപ്ലാസ്മി റെട്ടിക്കുലം അല്ല. ജലവും ലവണങ്ങളും വിസർജ്യ വസ്തുക്കളും സംഭരിക്കുന്നു. അപ്പൊ കറക്റ്റ് ഓപ്ഷൻ എന്ന് പറയുന്നത് 3ാമത്തെ ഓപ്ഷനാണ്. ഫ്രം വിച്ച് ഓഫ് ദ ഫോളോയിങ് ഓർഗൻ യൂറിയ റീച്ചസ് ദ ബ്ലഡ്. നമ്മുടെ വേസ്റ്റ് പ്രൊഡക്റ്റ് ആയിട്ട് ഉണ്ടാവുന്നതാണ് യൂറിയ. ഏത് അവയവത്തിൽ നിന്നാണ് യൂറിയ രക്തത്തിലേക്ക് എത്തിച്ചേരുന്നതെന്നാണ്. ലങ്സ്, കിഡ്നി, സ്മോൾ ഇൻറ്റസ്റ്റൈൻ, ലിവർ. ശ്വാസകോശമുണ്ട്, വൃക്കകളുണ്ട്, ചെറുകുടലുണ്ട്, കരളുണ്ട്. അപ്പൊ യൂറിയ ഉണ്ടാക്കുന്നത് ഏത് ഓർഗനാണെന്നും കൂടി പഠിച്ചു വെച്ചോളൂ. അത് നമ്മുടെ ലിവർ അല്ലെങ്കിൽ കരളാണ്. അടുത്തത് എലമെന്റ് ഒബ്റ്റെയിൻഡ് ബൈ ഇൻസെക്ടിവോറസ് പ്ലാന്റ്. ഇരപിടിയൻ സസ്യങ്ങൾക്ക് പ്രാണികളിൽ നിന്ന് ലഭിക്കുന്ന മൂലകം ഏതാണെന്നാണ്. പ്രാണികളിൽ നിന്ന് അവർക്ക് ലഭിക്കുന്നത് ഏതാണ്? നൈട്രജൻ ആണ് കേട്ടോ. നൈട്രജൻ ആണ്. Then tonoplasm is the membrane which cell organelle. Tonoplasm is the membrane of which cell organelle. ഓൾറെഡി നമ്മൾ പഠിച്ചിട്ടുള്ളതാണ് അല്ലെ. ഏത് കോശ അംഗത്തിന്റെ സ്ഥലമാണ് ടോണോപ്ലാസ്റ്റ് എന്നാണ്. നമ്മുടെ വാക്യൂൾ അല്ലെങ്കിൽ ഫേനമാണ്. സയന്റിഫിക് റെയറിംഗ് ഓഫ് സിൽക്ക് വർം. ശാസ്ത്രീയമായി പട്ടുനൂൽ പുഴുവിനെ വളർത്തുന്നതിനെ നമ്മൾ പറയുന്നത് സെറി കൾച്ചർ എന്നാണ്. സെറി കൾച്ചർ ആണ്. ഈ ചോദ്യങ്ങളൊക്കെ നിങ്ങൾ നോട്ട് ചെയ്ത് വെക്കാം. പിന്നെ നോട്ടീസ് ഓഫ് ഫുഡ് ചെയിൻ. ചുവടെ നൽകിയിരിക്കുന്ന ഭക്ഷ്യ ശൃംഖല നിങ്ങൾക്ക് 5ാമത്തെ ചാപ്റ്ററിൽ പഠിക്കാനുള്ളതാണിത്. ഇനി നിങ്ങൾ പഠിക്കും. മുൻവർഷങ്ങളിൽ ചോദിച്ച ചോദ്യമാണ്. നമ്മളിപ്പോൾ ഒരു ഗ്രാസ്, ഡീർ, ലയൺ, പുൽച്ചാടി, മാൻ, സിംഹം എടുക്കുമ്പോൾ ഇതില് ഫോട്ടോസിന്തസിസ് അല്ലെങ്കിൽ പ്രകാശ സംശ്ലേഷണം നടത്തുന്നത് ആരാണ്? നമ്മളെ പുല്ലാണ്, ഗ്രാസ് ആണ്. അപ്പോ ഗ്രാസ്, ഡീർ, പുല്ലാണ് ഇവിടെ വരിക. ഓക്കെ. അപ്പൊ പുല്ലെടുക്കുന്ന സമയത്ത് പുല്ലെന്ന് പറയുന്നത് ഇവിടെ ആരാണ്? പ്രൊഡ്യൂസർ ആണ്, ഉൽപാദകരാണ് അല്ലെ. പുല്ലെന്ന് പറയുമ്പോൾ അത് ആരാണ്? പ്രൊഡ്യൂസർ ആണ്, ഉൽപാദകരാണ് വരിക. ഇനി ഈ പുല്ലിനെ തിന്നുന്ന ഡീറിനെ നമ്മൾ എന്ത് പറയും? പ്രൈമറി കൺസ്യൂമർ എന്ന് പറയും. കാരണം ആ പ്രൊഡ്യൂസറിനെ ഭക്ഷണമാക്കുന്നത് ആരാണ്? തൊട്ടടുത്തിരിക്കുന്ന കൺസ്യൂമർ ആണ് അല്ലെങ്കിൽ ഉപഭോക്താവാണ്. അപ്പം പ്രാഥമിക ഉപഭോക്താവാണ് മാൻ എന്ന് പറയുന്നത്. അതേസമയം മാനിനെ കഴിക്കുന്ന ഉപഭോക്താക്കള് 2 ആൾക്കാരാണ്. ആദ്യത്തേത് മാന്. അപ്പൊ ലയൺ അല്ലെങ്കിൽ സിംഹം എന്ന് പറയുന്നതോ സെക്കൻഡറി കൺസ്യൂമർ ആണ് വരിക. അപ്പൊ സിംഹം എന്ന് പറയുന്നത് ദ്വിതീയ ഉപഭോക്താവാണ്. അപ്പൊ ഇവിടെ കറക്റ്റ് ഓപ്ഷൻ എന്ന് പറയുന്നത് ഏതാണ്? സെക്കൻഡറി കൺസ്യൂമർ അല്ലെങ്കിൽ ദ്വിതീയ ഉപഭോക്താവാണ്. Which one of the following is not a process of nutrition?
പോഷണ പ്രക്രിയയിൽ ഉൾപ്പെടാത്തത് ഇതിൽ ഏതാണെന്നാണ്. അസിമിലേഷൻ, ഫിൽട്രേഷൻ, അബ്സോർപ്ഷൻ, എക്സ്ക്രീഷൻ. സ്വാംശീകരണമുണ്ട്, ആഗിരണമുണ്ട്, വിസർജനമുണ്ട്. ഏതാ ഇല്ലാത്തത്? അരിക്കൽ അല്ലെ. ഫിൽട്രേഷൻ ഒന്നും നമ്മുടെ ഈ പറയുന്ന ഡൈജഷൻ പ്രോസസ്സിൽ ഇല്ല. വിച്ച് വൺ ഓഫ് ദ ഫോളോയിങ് ഈസ് ദ കറക്റ്റ് സെറ്റ് ഓഫ് എക്സാമ്പിൾസ് ആണ് ഈ പെർട്ടിക്കുലർ ഗ്രൂപ്പിൽ. അപ്പോൾ കറക്റ്റ് എക്സാമ്പിൾ തന്നിട്ടുള്ളത് പ്ലാന്റയാണ്. കാരണം കിങ്ഡം പ്ലാന്റയിലാണ് മോസസ്, ആൽഗിയോ, അസോളോ ഒക്കെ വരുന്നത്. ബാക്കി ഇവിടെ നോക്കുന്ന സമയത്ത് സൈനോ ബാക്ടീരിയ ഒരു ബാക്ടീരിയ ആണ്, ബട്ട് പെനിസിലിയം ഫംഗസ് ആണ്, അവിടെ വരില്ല. പ്രൊട്ടിസ്റ്റയിൽ നോക്കുമ്പോൾ ബാസിലസ് ബാക്ടീരിയ ആണ്, പ്രൊട്ടിസ്റ്റയിൽ വരില്ല. ഫംഗസ് നോക്കുമ്പോൾ റൈസോപ്പസ്, ഫേൺ, ഈസ്റ്റ് ആണ്. റൈസോപ്പസും ഈസ്റ്റും ഫംഗസ് ആണ്, ബട്ട് ഫേൺ എന്ന് പറയുന്നത് ഒരു പ്ലാന്റ് ആണ്, അപ്പൊ അത് ഇതിൽ വരില്ല. പ്ലാന്റ് ഗ്രൂപ്പ് ബെയർ നീക്കഡ് സീഡ്സ്. അനാവൃത ബീജങ്ങൾ കാണപ്പെടുന്ന സസ്യവിഭാഗം ഏതാണെന്നാണ്. അത് നമ്മുടെ ജിംനോസ്പേമുകളാണ്. ജിംനോസ്പേമുകളാണ്. ചൂസ് കറക്റ്റ്ലി മാച്ച്ഡ് ഓർഗാനിസം ആൻഡ് ഇറ്റ്സ് എക്സ്ക്രീറ്ററി ഓർഗൻ. നിങ്ങൾക്ക് കമന്റ് ബോക്സിൽ കമന്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഞാൻ ഈ ക്വസ്റ്റ്യൻ തരുവാണ്. ഇതിന്റെ ആൻസർ നിങ്ങൾ കമന്റ് ബോക്സിൽ കമന്റ് ചെയ്യുക. നമുക്ക് ഓരോ ജോഡി തന്നിട്ടുണ്ട്. ഇൻസെക്ട്സിന് എക്സ്ക്രീറ്ററി ഓർഗൻ കിഡ്നി ആണ്, പിന്നെ എർത്തുവം, നെഫ്രീഡിയ, ഫ്രോഗ് സ്കിന്ന്, അമീബ, മാൽഫീഷ്യൻ, നളയുകൾ എന്ന തന്നത്. ഇതിൽ ശരിയായ ജോഡി കറക്റ്റ്ലി മാച്ച്ഡ് പെയർ ഏതാണെന്നാണ് നിങ്ങൾ എഴുതേണ്ടത്. അതിന്റെ ആൻസർ കറക്റ്റ് ആയിട്ട് കമന്റ് ബോക്സിൽ ആൻസർ ചെയ്യാം. ഐഡന്റിഫൈ ദ ക്യാരക്ടർ ദാറ്റ് ഈസ് യുണീക് ടു എൻ ആനിമൽ സെൽ. ആനിമൽ സെല്ലിന് മാത്രമുള്ളത് എന്താണ്? സെൻട്രോസോമിന്റെ സാന്നിധ്യമാണ്. ബാക്കിയെല്ലാം പ്ലാന്റ്സിന്റെ പ്രത്യേകതകളാണ്. സോ ഇതുപോലത്തെ കൂടുതൽ ചോദ്യങ്ങളൊക്കെ നമ്മൾ ബ്രഹ്മോസ് ബാച്ചിൽ ഡിസ്കസ് ചെയ്യുന്നുണ്ട്. ഇതിന്റെ നോട്ട്സ് കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് വേണമെങ്കിൽ നിങ്ങൾ നമ്മുടെ കമന്റ് ബോക്സിൽ കൊടുത്തിട്ടുള്ള കമ്മ്യൂണിറ്റി ഗ്രൂപ്പിലേക്കൊക്കെ ജോയിൻ ചെയ്യുക. അപ്പൊ എല്ലാവർക്കും ഓൾ ദി ബെസ്റ്റ്. ബൈ ബൈ.